ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നൊരു ഒഴിവ് ദിവസം. എഴുന്നേറ്റപ്പോൾ സമയം കുറേയായി, 10 മണി. എഴുന്നേറ്റ് ഒരു ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. മണി 11 ലേറ്റായി. നടക്കാൻ പോകണ്ടയോ? മനസ്സിൽ യുദ്ധം മുറുകി. അപ്പോൾ പോകണമെന്നയാൾ ജയിച്ചു. അങ്ങനെ ഹ്യൂസ്റ്റണിലെ ബിയറിംഗ് ഡ്രൈവിലൂടെയുള്ള യാത്ര സാൻ ഫിലിപ്പി റോഡിലെത്തി. ഒഴിവ് ദിവസമായതിനാലോ എന്തോ റോഡുകളിലൊക്കെ വാഹനങ്ങൾ കുറവാണ്. റോഡ് സൈഡിൽ വൃക്ഷങ്ങളൊക്കെ ഉള്ളതിനാലും മറ്റും വെയിൽ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ബസ് ഷെൽട്ടർ ഉള്ളതിനാൽ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ ആശ്വാസമാണ്. അങ്ങനെ എൻ്റെ യാത്ര വീണ്ടും തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ ധാരാളം ഷോപ്സും മറ്റും ഉള്ള ഒരു സ്ഥലം. അതിന് മുന്നിലായിട്ട് HEB. എന്നാലൊന്ന് HEBയിലേക്ക് പോയിട്ട് വരാമെന്ന് കരുതി ഞാൻ HEBയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ HEBയിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെ ഞാൻ നടന്നു. ഒരു ഭാഗത്ത് പാർക്കിംഗ് ഏരിയയാണ്, മറ്റൊരു ഭാഗത്ത് ധാരാളം റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ അടങ്ങിയ ഒരു ഏരിയയാണ്. HEB ഹ്യൂസ്റ്റണിലെ വലിയൊരു ഷോപ്പിംഗ് നെറ്റ്വർക്കാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസും മറ്റ് ക്ലീനിങ് ഐറ്റംസും പ്ലാൻസും മറ്റും കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അങ്ങനെ ഞാനൊരു കാർട്ട് എടുത്തിട്ട് HEBയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയടിക്കാമെന്ന് കരുതി ഞാൻ മുന്നോട്ട് പോയി. ധാരാളം ഫ്രൂട്ട്സും മറ്റും 2 ഭാഗത്തുമുണ്ട്. അവയൊന്നും എന്നെ ആകർഷിച്ചില്ല. അപ്പോഴതാ കിടക്കുന്നു ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചസ്. ഒരു കെട്ട് ഓറഞ്ച് ഏകദേശം 6-7 എണ്ണം കാണും. വിലയും കുറവാണ്, $4 മാത്രം. അത് മേടിക്കാമെന്ന് കരുതി, പക്ഷേ കൂടെ വരില്ലല്ലോ. ഞാൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോഴതാ മറുഭാഗത്ത് ഫ്രഷായിട്ടുള്ള സ്ട്രോബെറീസും ബ്ലാക്ക്ബെറീസും. വിലയൊക്കെ അധികമൊന്നുമില്ലെങ്കിലും കൂടെ കൂട്ടാൻ പറ്റാത്ത സ്ഥിതിയിലായതിനാൽ പാക്കറ്റൊക്കെ ഒന്ന് നോക്കി മുന്നോട്ട് തന്നെ നീങ്ങി. അപ്പോൾ അതാ ധാരാളം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ. അധികവും ഓർഗാനിക് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ആപ്പിളിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ആപ്പിൾ ഒരു പാക്കറ്റിൽ 5-8 എണ്ണമുണ്ട്. അതിനും അത്രയധികം വിലയൊന്നുമില്ല. പിന്നെയും പ്രശ്നം അതുതന്നെ, കൊണ്ടുപോകൽ. ഇനി കുറച്ച് കക്കിരി മേടിക്കാമെന്ന് കരുതി മുന്നോട്ട് പോയി. ഒരു പാക്കറ്റിൽ 5-6 എണ്ണമുണ്ട്. അതിനും $2 വിലയുള്ളൂ. അതൊന്ന് ഏതായാലും ആദ്യമായിട്ട് എടുത്ത് എൻ്റെ കാർട്ടിലേക്ക് വെച്ചു. മുന്നിലതാ പച്ചക്കായ, നേന്ത്രക്കായ കിടക്കുന്നു. 1-2 എണ്ണം മേടിച്ചാലോ. പിന്നെയും
മനസ്സ് സമ്മതിച്ചില്ല. എങ്ങനെ കൊണ്ടുപോകും? അടുത്ത് കപ്പ കിടക്കുന്നു. കപ്പ ഇവിടെ കിട്ടുന്നത് അതിൻ്റെ സ്കിന്നിലൊക്കെ മെഴുക് പുരട്ടിയിട്ടാണ്. അതുകൊണ്ടത് വൃത്തിയാക്കാനൊക്കെ വളരെ പാടാണ്. അതും ഉപേക്ഷിച്ച് മുന്നിലോട്ട് നീങ്ങി ഇനി ഏതായാലും ഇതുപോലത്തെ 2 വെളുത്തുള്ളി എടുക്കാമെന്ന് കരുതി അത് രണ്ടാമതായിട്ട് എടുത്തു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ചെറുനാരങ്ങ കിടക്കുന്നു. 50 സെൻറ്റാണ് ഒന്നിന്. അതും നല്ലതാണെന്ന് കരുതി 2 എണ്ണം അതും എടുത്തു. ഇത് നോൺ വെജിൻ്റെ സ്ഥലത്തെത്തി. നാട്ടിൽ കിട്ടുന്ന 1-2 മത്സ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും മേടിക്കൽ നടക്കുകയില്ല. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴതാ മുന്നിൽ കിടക്കുന്നു ആൽക്കഹോളും മറ്റും കിട്ടുന്ന വിശാലമായ ഏരിയ. വിവിധ തരം ബ്രാൻഡഡ് വൈനും മറ്റും ധാരാളമുള്ള സ്ഥലം. ചില കുപ്പികൾ എന്നെ നോക്കി ചിരിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഞാൻ അതൊന്നും ഗൗനിക്കാതെ പിന്നെയും മുന്നോട്ട് നീങ്ങി. മറ്റ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തൂടെ ഞാൻ മുന്നോട്ട് പോയി. മൾട്ടിഗ്രെയിൻസ് ബ്രെഡ് എന്നെ ആകർഷിച്ചെങ്കിലും കൂടെ കൊണ്ടുപോകുവാൻ പറ്റാത്ത സ്ഥിതിയിൽ ഞാൻ അതിനെയും ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങി. കുറച്ച് മുട്ട ഏതായാലും മേടിക്കാം. ഓർഗാനിക് എഗ്സ് ആണ് സാധാരണ മേടിക്കുന്നത്. 12 എണ്ണത്തിൻ്റെ കുറച്ച് പാക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിൽ ഓരോന്നിലും ചിലതൊക്കെ പൊട്ടിക്കിടക്കുന്നു. അവസാനം ഒരു പാക്കറ്റ് നല്ലത് കിട്ടി. അതിനെ ഏതായാലും കൂടെ കൂട്ടി. അങ്ങനെ വിചാരിക്കാതെയുള്ള എൻ്റെ ഗ്രോസറി പർച്ചേസ് ഇന്നത്തേക്ക് കഴിഞ്ഞു. ബില്ലിംഗ് കൗണ്ടറിൽ നിന്നും ബില്ലും ചെയ്ത് ഞാനിതാ പുറത്തേക്ക്. അപ്പോഴേക്കും അതാ 2 പക്ഷികൾ അവരെ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറയുന്നു. ഞാനത് അനുസരിച്ച് അവരെയും കൂടെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. പടുകൂറ്റൻ കെട്ടിടങ്ങളും ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ട് ഇടയ്ക്കിടെയുള്ള വൃക്ഷങ്ങളും മറ്റ് കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് എൻ്റെ തിരിച്ചുള്ള യാത്ര തുടർന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ കൂടെ സഞ്ചരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു സൂൺ.